5000 കോടി കളക്ഷൻ കിട്ടിയ ഒരു മലയാള സിനിമ ഏതാണെന്നല്ലേ? റാഹേൽ മകൻ കോര. സോ ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ഇതിന്റെ ഡയറക്ടറെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. ആൾക്ക് പോലും ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓസ്കാർ കമ്മിറ്റി ഈ സിനിമ നേരിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ മാർക്കറ്റിംഗും പ്രൊമോഷനും ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ തന്നെ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് അവാർഡ് തന്നോളാം. അതേപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഇപ്പൊ അംബാനിയേക്കാളും നെറ്റ്വർക്കിൽ മുകളിൽ നിൽക്കുന്നത്. നോബൽ പീസ് പ്രൈസ് ഈ സിനിമയ്ക്കല്ല, ഈ സിനിമ കണ്ടവർക്ക്, ആൾക്കാരെ ഉയരെടുക്കാൻ വേണ്ടി ഇറക്കിയ ഒരു സിനിമയാണ് റാഹേൽ മകൻ കോര. സോ ഇതിൽ എടുത്തു പറയേണ്ട നായകന്റെ പെർഫോമൻസ് വായിൽ ഒരു ഫെവിക്കോൾ ബോട്ടിൽ വെച്ച പോലെയാണ് ആളുടെ അഭിനയം. ഒരു തുള്ളി എക്സ്പ്രഷൻ പറഞ്ഞ സാധനം പോലെ. എനിക്കൊന്ന് മഹേഷ് ബാബുവിന് പഠിക്കാനോ ആളെന്നാണ് എന്റെ തോന്നുന്നത്. സോ സിനിമ ഞാൻ ബോംബ് എന്ന് ഒരിക്കലും വിളിക്കില്ല, കാരണം എന്താ വെച്ചാൽ ബോംബ് പൊട്ടുമല്ലോ, ഇത് അതുമില്ല. സോ ഇതിലൊരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്. ഈ നായകൻ കോമാളി എന്ന് വെച്ചാൽ വില്ലൻ കോമാളി പ്രോ മാക്സ് ആനന്ദായിട്ടൻ. സോ ഇതിൽ എടുത്തു പറയത്തക്ക ഒരു പോസിറ്റീവ് ഇല്ല. എന്നാൽ ഇതിന്റെ നായികയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. സോ തുടക്കം ഒരു ഓർഡിനറി വൈബ് ഒക്കെ തരുന്ന പടം, കാരണം KSRTC ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓർഡിനറി വൈബ് ഒക്കെ തരുന്ന പടമായിരിക്കും. എന്നാൽ അതിൽ ഒന്നുമില്ല, വലിച്ചു വലിച്ച് പപ്പിത്തം പോലെ നീട്ടു. പ്ലസ് നമ്മുടെ നായകന്റെ കുറെ കോമാളിത്തരം. അവസാനം വലിയ ജാതി മത ഹിന്ദു ക്രിസ്ത്യൻ ഇഷ്യൂ റിലീജിയസ് ഇഷ്യൂ ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തായാലും ഒരു കോമാളി പടം തന്നെ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ കാണാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം കാണാം, ആലോചിക്കുക. ടൈം ഈസ് പ്രഷ്യസ്.